ഇല്ലത്ത് പട്ടിണിയും അമ്മയും മാത്രമായിരുന്നു ആ ഉണ്ണിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു ഉണ്ണി എങ്ങനെയാണ് ചെമ്പകശ്ശേരി രാജാവായത് എന്നുള്ള കഥയാണ് എൻ്റെ ഐതിഹ്യമാലയിൽ ആദ്യം കിടക്കുന്നത്. കോഴിക്കോട് രാജാവും കൊച്ചി രാജാവും തമ്മിൽ ഭയങ്കര ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് കുറേ ഭടന്മാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഒന്നും കഴിക്കാണ്ട് മുഴു പട്ടിണിയിലായിരുന്നു അവർ. ഈ ഉണ്ണിയും കൂട്ടുകാരും കൂടി കുളത്തിലൊക്കെ കുളിച്ച് കയറി പോരുന്ന സമയത്താണ് ഈ ഭടന്മാർ അവരുടെ മുമ്പിലെത്തുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അവർ ഉണ്ണിയുടെ കൂട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി. പുറകെ വരുന്ന ആ ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി, ഒത്തിരി സ്വത്തും മുതലുമുള്ള ആളാണെന്ന് പറഞ്ഞ് ഉണ്ണിയുടെ കൂട്ടുകാർ ഈ ഭടന്മാരെ ഉണ്ണിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഉണ്ണിയുടെ കൂട്ടുകാർ ഉണ്ണീനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണത്. ഉണ്ണിയുടെ വീട്ടിൽ ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ എന്ന് ആ കൂട്ടുകാരന്മാർക്ക് അറിയായിരുന്നു. കൂട്ടുകാർ തന്നെ കളിയാക്കാൻ ചെയ്തതാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി. പക്ഷെ ഉണ്ണിക്ക് തോറ്റു കൊടുക്കാനൊരു മടി. ഉണ്ണിയുടെ കഴുത്തിൽ കിടന്ന പുലിനഖത്തിൻ്റെ ഒരു മാല ഊരിയിട്ട് ഭടന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ഇപ്പോഴത്തെ ആഹാരം കഴിച്ചിട്ട് വൈകിട്ട് ഇല്ലത്തോട്ട് വരാൻ പറഞ്ഞു. വൈകിട്ട് ഇല്ലത്തേക്ക് വന്ന ഭടന്മാർ ഉണ്ണിയോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു നേരത്തെ ആഹാരം തന്ന അങ്ങയുടെ അടിമയാണ് ഞങ്ങൾ എന്നാണ് അവർ പറഞ്ഞത്. ഉണ്ണിയുടെ ദാരിദ്ര്യ പ്രശ്നങ്ങളും എല്ലാവരും ഭടന്മാരോടും പറഞ്ഞു. എന്നിട്ട് ഉണ്ണി പറഞ്ഞു, രാവിലെ എന്നെ കളിയാക്കിയ കൂട്ടുകാരന്മാരുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മോഷ്ടിച്ച് സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭടന്മാരുടെ സഹായത്തോടു കൂടി ഉണ്ണി മോഷ്ടിക്കാനും തുടങ്ങി. ഉണ്ണിയും അമ്മയും ഭടന്മാരും അത് വെച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉണ്ണി ദേശങ്ങളുടെയൊക്കെ അധിപനായ തെക്കുംകൂർ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, തനിക്കും അമ്മയ്ക്കും താമസിക്കാനായിട്ട് കുറച്ച് സ്ഥലം തരണമെന്ന് പറഞ്ഞു. ചെറിയൊരു ഉണ്ണിയല്ലേ, അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഉണ്ണിക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്ന അത്രയും പ്രദേശം ഉണ്ണി വെട്ടിയെടുത്തോളാൻ രാജാവും കൽപ്പിച്ച് എഴുതി ഒപ്പുവെച്ച് കൊടുത്തു. എഴുതി ഒപ്പുവെക്കണേലും മുന്നേ രാജാവിൻ്റെ മന്ത്രി വാമനമൂർത്തിയുടെ കഥയൊക്കെ പറഞ്ഞ് രാജാവിനെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണ്ണി ഭടന്മാരായിട്ട് വന്നിട്ട് തൻ്റെ ഉടവാളുകൊണ്ട് ഒരു പ്രദേശം മുഴുവൻ അങ്ങോട്ട് വെട്ടിയെടുത്തു. ഉടവാളുകൊണ്ട് വെട്ടിയ ദേശത്തെ ഉടവാളൂരെന്നും പിന്നീടത് കുടമാളൂരെന്നും അറിയപ്പെട്ടു. ഒരു പ്രദേശം മുഴുവൻ വളച്ചെടുത്തിട്ട് അവിടെ വലിയ കോട്ടയൊക്കെ കെട്ടി അമ്മയും ഉണ്ണിയും ഭടന്മാരും അവിടെ സുഖമായിട്ട് ജീവിച്ചു തുടങ്ങി. ഭടന്മാരാണെങ്കിൽ മോഷ്ടിച്ച് കൊണ്ടുവരുന്നത് മുഴുവൻ ഉണ്ണിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ണിയുടെ സ്വത്തും വർദ്ധിച്ചു വന്നു. അങ്ങനെ സ്വത്തും മുതലൊക്കെ വർദ്ധിച്ചപ്പോൾ ചെമ്പകശ്ശേരി ഉണ്ണി ചെമ്പകശ്ശേരി തമ്പുരാനായും ചെമ്പകശ്ശേരി രാജാവായും അറിയപ്പെട്ടു.